നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഗതസമന ഫെലോഷിപ്പ് പ്രെയർ ഗ്രൂപ്പ് മസ്കറ്റിനു വേണ്ടി പാസ്റ്റർ KP പിൻറ്റോ. നമ്മുടെ ജീവിതത്തിൽ നിത്യം നാം അനവധി അനർത്ഥങ്ങളും അപകടങ്ങളും നിരവധി മരണ വാർത്തകളും നമ്മുടെ കാതുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന അനേക വാർത്തകളാണ് ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്ത് സുരക്ഷിതത്വമാണ് നമുക്കുള്ളത്? നമ്മൾ മേടിക്കുന്ന വാഹനത്തിൻ്റെ വിലയോ അതാണോ സുരക്ഷിതത്വം? അതോ നാം ലക്ഷക്കണക്കിന് രൂപ മുടക്കി പണിത വീടാണോ ബലം? അതോ നമ്മുടെ ബാങ്ക് ബാലൻസ് ആണോ നമ്മുടെ ജീവിതത്തിൻ്റെ ബലമെന്ന് പറയുന്നത്? ഇതൊന്നുമല്ല. ദൈവവചനത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ദൈവം തന്ന ചില വാഗ്ദത്തങ്ങളും ചില അനുഗ്രഹങ്ങളുമുണ്ട്. 91 സങ്കീർത്തനം 10 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല. ശ്രദ്ധിക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെട്ടതാണ് എങ്ങനെ? അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് നമ്മുടെ കഴിവുകൊണ്ടല്ല, മുൻപറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. ദൈവത്തിൻ്റെ സുരക്ഷിതത്വം, ദൈവം നൽകിത്തന്ന വാഗ്ദത്തങ്ങൾ, പ്രോമിസ്, അതേറ്റവും വലുതാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഒരർത്ഥവും നിനക്ക് ഭവിക്കുന്നില്ല എന്ന് ദൈവം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥം വരാതെ ഇരിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. അവിടെ വായിച്ചു, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. മിസ്രയീമ്യരെ സംബന്ധിച്ച്, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അയക്കപ്പെട്ട ബാധകളുണ്ട്. 10 ബാധകളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവർക്കൊരിക്കലും മറക്കുവാൻ കഴിയുന്നില്ല. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ഈ ബാധകളൊക്കെ മിസ്രയീമിൽ അയക്കപ്പെട്ടപ്പോൾ അവർ അനുഭവിച്ച ദൈവിക സുരക്ഷിതത്വം, അവരനുഭവിച്ച ദൈവിക പരിപാലനം എത്രയോ വലുതാണ്, എത്രയോ ശ്രേഷ്ഠമായിരുന്നു. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട വാഗ്ദത്തങ്ങളുണ്ട്. ഇവിടെ ഭക്തൻ പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ കൂടാരത്തിൻ്റെ ശ്രേഷ്ഠതയല്ല, കൂടാരത്തിൽ പാർക്കുന്നവർ ശ്രേഷ്ഠതയല്ല, കൂടാരത്തിൻ്റെ ചുറ്റുപാടുകളെ ശ്രേഷ്ഠതയല്ല, മറിച്ച് ദൈവം തന്ന സുരക്ഷിതത്വം, ദൈവം തന്ന പ്രോമിസ്, അതെത്രയോ വലുതാണ്, എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ഓട്ടത്തിൽ പലപ്പോഴും നമ്മളത് മറന്നു പോകാറുണ്ട്. നമ്മുടെ എന്തോ കഴിവോ, നമ്മുടെ എന്തോ സാമർഥ്യമോ, നാം എന്തോ ആണ് എന്ന വിചാരത്തിൽ നാം എല്ലാവരും ഓടുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഓർക്കുക, ദൈവമാണ് നമ്മളെ സുരക്ഷിതമായി പരിപാലിക്കുന്നത്, സൂക്ഷിക്കുന്നത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഭയപ്പെടാനല്ല, ഏറെ ധൈര്യത്തോടെ ബലത്തോടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.